ഓസ്ട്രേലിയയും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരയിലെ അവശേഷിക്കുന്ന 2 ടെസ്റ്റ് മത്സരങ്ങൾ ഇരു ടീമുകൾക്കും ഏറെ നിർണായകമാണ്. ബോർഡർ ഗവാസ്കർ ട്രോഫി വിജയികളെ തീരുമാനിക്കുന്നത് പുറമെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് യോഗ്യത നേടുന്നതും ഈ മത്സരങ്ങളെ ആശ്രയിച്ചായിരിക്കും. സമീപകാലത്തായി യഥാർത്ഥ ഫോമിലേക്ക് തിരിച്ചെത്താൻ പാടുപെടുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. ഡിസംബർ 26-ന് ആരംഭിക്കുന്ന 4ാം ടെസ്റ്റിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം നടന്ന പരിശീലനത്തിനിടെ രോഹിത്തിന് പരിക്കേറ്റു എന്ന വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ്. മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന നെറ്റ് സെഷനിൽ രോഹിത്തിന്റെ ഇടത് കാൽമുട്ടിന് പന്തുകൊണ്ട് പരിക്കേൽക്കുകയായിരുന്നു. കടുത്ത വേദനയോടെ അദ്ദേഹം അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യൻ ടീമിന്റെ ഫിസിയോ ഉടൻ തന്നെ രോഹിത്തിനെ സമീപിക്കുകയും കാലിൽ ഐസ് പാക്ക് വെക്കുകയും ചെയ്തു. 25-30 മിനിറ്റുകൾക്ക് ശേഷം ഐസ് പാക്ക് നീക്കം ചെയ്തിട്ട് പിന്നീട് രോഹിത് നല്ല രീതിയിൽ നടന്നു നീങ്ങുകയും ചെയ്തു. പരിക്കിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മെൽബൺ ടെസ്റ്റിന് ഇനി 3 ദിവസങ്ങൾ കൂടി ഉള്ളതിനാൽ അപ്പോഴേക്കും ഫിറ്റ്നസ് ഉറപ്പാക്കാൻ കഴിയുമെന്നാണ് കരുതപ്പെടുന്നത്. പരിക്കിനെ സംബന്ധിച്ച് ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും ഇതുവരെയില്ല. ടെസ്റ്റിൽ ഫോം വീണ്ടെടുക്കാനുള്ള കഠിന ശ്രമത്തിലാണ് രോഹിത് ഉള്ളത്. 2024-25 സീസണിൽ 13 ഇന്നിംഗ്സുകളിൽ നിന്ന് 11.69 ശരാശരിയോടെ ഒരു അർദ്ധ സെഞ്ചുറിയിൽ 152 റൺസ് മാത്രമാണ് രോഹിത് നേടിയിട്ടുള്ളത്. ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ആദ്യ ടെസ്റ്റ് വ്യക്തിപരമായ കാരണങ്ങളാൽ രോഹിത്തിന് നഷ്ടമായിരുന്നു. ജസ്പ്രീത് ബുംറയുടെ നേതൃത്വത്തിൽ പെർത്തിൽ ഇന്ത്യ ഗംഭീര വിജയം നേടുകയുണ്ടായി. എന്നാൽ അഡ്ലൈഡ് 2ാം ടെസ്റ്റിൽ തിരിച്ചെത്തിയ രോഹിത് ടീമിനെ നയിച്ചെങ്കിലും വ്യക്തിഗത ഫോം വീണ്ടെടുക്കാനായില്ലെന്ന് മാത്രമല്ല വലിയ തോൽവി വഴങ്ങുകയും ചെയ്തു. മഴ കാരണം 3ാം ടെസ്റ്റ് സമനിലയിൽ പിരിഞ്ഞെങ്കിലും രോഹിത്തിന്റെയും ടീം ഇന്ത്യയുടെയും ഇന്നിംഗ്സ് പരാജയമായിരുന്നു. കഴിഞ്ഞ 2 ടെസ്റ്റുകളിലും രോഹിത് 6ാം സ്ഥാനത്താണ് ബാറ്റ് ചെയ്തത്. പെർത്തിൽ ഓപ്പൺ ചെയ്ത യശസ്വി ജയ്സാളിന്റെയും KL രാഹുലിന്റെയും ഗംഭീര പ്രകടനം തുടരട്ടെ എന്ന് കരുതിയാണ് രോഹിത് ഓപ്പണിംഗ് സ്ഥാനം ഉപേക്ഷിച്ചത്. 6ാം നമ്പറിൽ ബാറ്റ് ചെയ്ത 3 ഇന്നിംഗ്സുകളിൽ നിന്ന് 6.33 ശരാശരിയിൽ 19 റൺസ് മാത്രമാണ് രോഹിത് നേടിയത്. പരമ്പര നിലവിൽ 1-1 എന്ന നിലയിലാണെന്നതുകൊണ്ട് തന്നെ ബോർഡർ ഗവാസ്കർ ട്രോഫി നേടുന്നതിനും WTC ഫൈനൽ യോഗ്യതയ്ക്കും ഇന്ത്യക്ക് ഇനി വിജയം കൂടിയേ തീരൂ. 2023 WTC ഫൈനലിൽ ഇന്ത്യയും ഓസീസുമാണ് ഏറ്റുമുട്ടിയത്. കഴിഞ്ഞ 4 BGTകളിൽ വിജയിച്ച ഇന്ത്യ തുടർച്ചയായി 5ാം തവണയും അത് നിലനിർത്താനുള്ള ശ്രമത്തിലുമാണ്. കഴിഞ്ഞ ടെസ്റ്റുകളിൽ ഇന്ത്യയെ വൻ തകർച്ചയിൽ നിന്ന് കരകയറ്റിയ KL രാഹുലിന് പരിക്കേറ്റതും ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. 4ാം ടെസ്റ്റിന് മുമ്പുള്ള പരിശീലന സെഷനിൽ പരിക്കേറ്റ രാഹുൽ ചികിത്സ തേടുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ടീം ഇന്ത്യ ഫിസിയോകൾ രാഹുലിന്റെ വലത് കൈ പരിശോധിക്കുന്നതാണ് വീഡിയോ. നെറ്റ് പരിശീലനത്തിനിടെ പന്ത് കൈയിൽ തട്ടിയെന്നാണ് വീഡിയോയിൽ നിന്ന് വ്യക്തമാകുന്നത്. പാഡും ഗ്ലൗസും ഹെൽമറ്റും ഉൾപ്പെടെ എല്ലാ സന്നാഹങ്ങളോടെയും നിൽക്കുന്ന രാഹുൽ ഒരു കൈകൊണ്ട് ബാറ്റ് പിടിച്ചാണ് ഫിസിയോയുടെ മുന്നിൽ നിൽക്കുന്നത്. പരമ്പരയിലുടനീളം രാഹുൽ മികച്ച ഫോമിലാണ്. നിർണായകമായ 4ാം ടെസ്റ്റ് ഡിസംബർ 26-നാണ് ആരംഭിക്കുന്നത്. ഇനി 3 ദിവസങ്ങൾ കൂടി ശേഷിക്കുന്നതിനാൽ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി കളത്തിലുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ.